മുഴുവനും പോയെന്നാ തോന്നുന്നത്. മോളു കണ്ണടിച്ചിരിക്കണോ? മോള് പോയി അച്ഛനെ വിളിച്ചെണീപ്പിച്ചേ. ദേ ഈ ചായ എടുത്തു കുടിക്കാൻ പറ. ആ മോളോ വാ. പിന്നെയും വന്നു തിങ്കളാഴ്ച. തിങ്കളാഴ്ച ഇല്ലാതെ ആഴ്ച ഉണ്ടാവില്ലല്ലോ. ആഴ്ചയില്ലാതെ മാസമില്ല, മാസമില്ലാതെ ശമ്പളവും ഇല്ല. എന്തൊരു കിടപ്പാ ഇത്. മണി 8 ആയി. ആഹാ, ഇവളെ പിടിച്ചു കിടത്തിയോ? എനിക്ക് വെച്ചേ. നീ ആ ചായ എടുത്തു തന്നേ. ചായ കാച്ചി തന്നാലും പോരാ, എടുത്ത് കൈ തരണോ? വേണോ എടുത്ത് കുടിച്ചോ. നീ ചായ കൊണ്ടൊന്നും തന്നില്ലെങ്കിലേ ഞാനിവിടെ എഴുന്നേക്കൊന്നും വിചാരിക്കണ്ട. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു 100 കൂട്ടം പണികളാ അതിനിടയ്ക്കാ. ഇങ്ങോട്ട് വാ വെച്ചേ. കുട്ടികൃഷ്ണ മുതലാളിയുടെ മോനാ ഞാൻ. പെണ്ണുങ്ങളെ വരച്ച വരെ നിർത്താൻ എനിക്ക് നന്നായിട്ട് അറിയാം. ബാലകൃഷ്ണ, ആട്ടും തുപ്പും കേട്ടും അടുത്തപ്പോ ഒരു ദിവസം വെറുതെ ഞാനങ്ങ് പറഞ്ഞു പോയി, ഞാൻ എന്റെ വീട്ടിൽ പോകാന്ന്. എന്തിനാ പോകുന്നത്? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? 3 നേരം തിന്നാൻ തരുന്നില്ലേ? ഇടാനും ഉടുക്കാനും തരുന്നില്ലേ? നിങ്ങൾ ആട്ടും തുപ്പും കേട്ട് എത്ര കാലം എങ്ങനെ ജീവിക്കാം? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 7 മക്കൾക്ക് സുഖമായി കഴിയാനുള്ള വക ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വലിഞ്ഞേറി വന്നൊന്നുമല്ല. എന്നോട് ഇങ്ങനെയൊക്കെ പറയാനും നിനക്ക് നാവ് ബന്ധു അല്ലേ? അതിന് കടന്ന ഞാനൊരു 10 നീട്ടും. കാണിച്ചു. ഓ രാത്രി തുണിപ്പീടികയും പൂട്ടി വന്നോടനെ എന്നോടൊരു ചോദ്യം. എന്താ പോയില്ലേ? അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. വെറുതെ പറഞ്ഞതോ? ഇറങ്ങണേ പുറത്ത്. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങാൻ. ഇങ്ങക്കെന്താ ഭ്രാന്തായോ? ഈ ഇരുട്ടത്തും മഴയത്തും ഞാൻ എവിടെ പോവാനാ? തനിച്ചു പോവണ്ട, കൊണ്ടുപോവാൻ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നിന്റെ അച്ഛനോട് ഞാൻ ഒരു കളിയും കളിച്ചിട്ടില്ല ബാലകൃഷ്ണ. ചോറും കറിയും വെച്ചു കൊടുത്തു, തുണി തിരുമ്മിക്കൊടുത്തു, പറയണ കാര്യങ്ങളെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുത്തു. പെണ്ണ് ആണിനോട് കളിച്ചാല് എത്തില്ല ബാലകൃഷ്ണ. പെണ്ണാണിനോട് കളിച്ചാല് എത്തില്ല എന്റെ ബാലകൃഷ്ണ. അമ്മയ്ക്കതറിയാം, പക്ഷേ ഇവൾക്കതറിയില്ലല്ലോ. ഉപ്പ് കൂടുതലായി. ഇന്ന് പുള്ളിക്കാരൻ വഴക്ക് പറഞ്ഞത് തന്നെ. എനിക്ക് വയ്യ. ഉണ്ടാക്കി വെച്ച ചായ എടുത്തു കുടിക്കാൻ ഇന്ന് പറയും. അതനുസരിച്ചാലോ നാളെ ചായ സ്വയം ഉണ്ടാക്കി കുടിക്കാൻ പറയും. അതും കഴിഞ്ഞാൽ അവൾക്ക് അങ്ങോട്ട് ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടിയും വരും. കുട്ടികൃഷ്ണ മുതലാളിയുടെ മോൻ ബാലകൃഷ്ണന് എന്തായാലും അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവാൻ പാടില്ല. പെണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതിനേക്കാളും വലിയ മാനക്കേട് പിന്നെ എന്തുണ്ട്? അയ്യോ, ഉണ്ടായിരുന്നൊരു മുട്ട പൊട്ടി. നേരമില്ലാത്ത നേരത്തോരോ ജോലികളും. നീ ചായ എടുത്ത് തരുന്നുണ്ടോ ഇല്ലയോ? കിടന്ന് ഒച്ച വെക്കാതെ മനുഷ്യ. ഹോ,
ഇല്ലെങ്കിൽ തന്നെ മനുഷ്യനെ ഇവിടെ തലകടച്ചിൽ കാരണം നിൽക്കാൻ വയ്യ. ഓ, നിങ്ങളെപ്പോലൊരു മനുഷ്യന്റെ കൂടെ ജീവിച്ച ആർക്കാ തലകടച്ചിൽ വരാതിരിക്കുക? ഓ, പറഞ്ഞു പറഞ്ഞ് ഞാനിപ്പോ നിനക്കൊരു തലവേദനയായി അല്ലേടി? എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ നിനക്ക് ഞാൻ തലവേദനയായി. കുറച്ചുകൂടെ കഴിയുമ്പോ നിനക്കെന്നെ വേണ്ടാതെ ആവും ലേടി. ഓ, ഞാനായിട്ടാ ഇത്രയും കാലം നിങ്ങളുടെ കൂടെ പുറത്തത്. ഒരു പെണ്ണിനും 10 ദിവസം പോലും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. എടി കഴിയില്ലെങ്കിൽ വീട്ടിൽ പോടി. രാത്രിയില്ലേ നിന്റെ അച്ഛനോട് വരാൻ പറയാം. കൂടെ പൊയ്ക്കോ. ഓ, ഈ മനുഷ്യൻ. ഹായ്, നീ വാ. നീ വാ വാ. ഇങ്ങോട്ട്. ഓ, പെണ്ണിനെ കുളിപ്പിച്ചില്ല, ബാഗ് എടുത്ത് വെച്ചതുമില്ല. ഓട്ടോ ഇപ്പൊ വരെയും ചെയ്യും. ഓ ദൈവമേ. എടി എന്റെ അമ്മയെ 7 മക്കളെ പോറ്റി വലുതാക്കിയത്. നിനക്കൊന്നിനെ പോലും പോറ്റാൻ വയ്യ. എടി പിന്നെ എന്തിനാ നീ പെണ്ണായി ജനിച്ചത്? അയ്യോ, അച്ചു അച്ചു. നമുക്ക് കുളിക്കണ്ടേ? അയ്യോ, ഓട്ടോ ഇപ്പൊ വരും. ഒരു പണിയും തീർന്നില്ല ഇന്ദിരേച്ചി, നിങ്ങൾ പോയിക്കോ. ഇതെവിടെയൊക്കെ ഈ നേരത്ത്? ഇപ്പൊ തിരുട്ടോ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കർഷക സമിതി സംഘടിപ്പിക്കുന്ന വമ്പിച്ച വാഹന പ്രചരണ ജാഥ കൃത്യം 10 മണിക്ക് വഴിമുക്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നതാണ്. എപ്പോഴാണോ ഇനി ഓഫീസിലെത്തുന്നത്? കണക്കിന് കർഷകർ പങ്കെടുക്കുന്ന ജാഥ കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്നു. ആ കുഞ്ഞപ്പനോ, എന്തുണ്ട് കുഞ്ഞപ്പ വിശേഷങ്ങള്? ഞങ്ങൾക്കൊക്കെ എന്ത് വിശേഷം ഉണ്ടാവാനാ സാറേ, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ദിവസവും പണി കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ? എന്ത് പണി? കൃഷിപ്പണിക്കൊന്നും ഒരു ഉറപ്പുമില്ല സാറേ. അങ്ങോട്ടിടണത് വെച്ച് ഇങ്ങോട്ട് കിട്ടാൻ ഒന്നുമില്ല. അതുകൊണ്ട് കൃഷിയൊക്കെ ഒരു വകയാ. അല്ല, നീ ഇതുവരെ പാടത്തിറങ്ങിയില്ല കുഞ്ഞപ്പ, സമയം അങ്ങ് പോയല്ലോ. സാറിനെ കണ്ടപ്പോള് 1ഉം 2ഉം പറഞ്ഞങ്ങ് നിന്നുപോയി. ഓ ആ പിന്നെ കൃഷിപ്പണി കൊണ്ട് ഒരു മുതലുമില്ല ബാലകൃഷ്ണ. നേരാ നേരത്ത് പണിക്കാരെയും കിട്ടാനില്ല. അല്ല, ബാലകൃഷ്ണന് ആഫീസിൽ പോണ്ടേ? പോണം, പക്ഷേ ഞങ്ങൾക്ക് 9:30 സമയം. ആ, പതുക്കെ ഇറങ്ങിയാ മതി. പൊക്കോട്ടെ എന്നാല്. ഓ ശരി. മോളെ നോയിക്കോണേ. മോളെ പിടിച്ചിരുന്നു. ആ ടാറ്റാ. അയ്യോ, ഈ പണിയൊക്കെ ഇനി എപ്പോ തീരുവാവോ? ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. ഇന്നെന്താ ആഫീസ് ഇല്ലേ? പോണം.
ഗോപാലൻ നായിരുന്നു ഞാൻ പാല് എത്തിക്കോളാം. പാക്കറ്റ് പാലുള്ളപ്പോ മാഷ് എന്തിനാ പശുവും പാല് മേടിക്കുന്നത്? 4 മണിക്കല്ലേ മീറ്റിംഗ്? ഞങ്ങളുടെ വീട്ടിലും പാക്കറ്റ് പാല് തന്നെയാ വാങ്ങുന്നത് കേശവനാരെ. പക്ഷെ പ്രശ്നം പാലൊന്നുമല്ല, ഭർത്താവിനെ പുല്ലുവില കൽപ്പിക്കാത്ത ഭാര്യ. അതൊക്കെ നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. ലൈറ്റായിട്ടൊരു ചായ. ആ, ഇതാരും ബാലകൃഷ്ണ സാറോ? സാറെന്താ ഈ ചായക്കടയില്? അല്ലേലും ബാലകൃഷ്ണ മാഷ് എപ്പോഴും ഇങ്ങനെ തന്നെ ഇല്ലൂടെ ശശാങ്ക? മാഷ് പാഞ്ഞിട്ട് നടക്കും, ബൈക്കിൽ പാഞ്ഞു നടക്കും. എന്നാലും പുള്ളിക്ക് ഒരു തലക്കനവും ഇല്ല. ഉള്ളത് പറയാലോ, ഈ ബാലകൃഷ്ണൻ സാറിനെ പോലെ ഒരാളെ ഇന്നത്തെ കാലത്ത് കണി കാണാൻ കിട്ടുകയല്ല. ആ, പറഞ്ഞിട്ടെന്താ കാര്യം? ഇതൊക്കെ പ്രസന്നയ്ക്ക് മനസ്സിലാവണ്ടേ? ഹലോ. ആ, യെസ് മാഡം. ടൂർ കഴിഞ്ഞ് മടങ്ങിയെത്തിയോ? ഇന്നോ? ആ, ശരി ശരി, ഞാനിപ്പോൾ എത്തിയേക്കാം. അവളുടെ ഒരു ചായ. ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. അതിനാ കമ്പനി നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, മനസ്സിലായോ? മുംബൈയിലേക്ക് ഫോൺ ചെയ്ത് കാർ ഏർപ്പാടാക്കാൻ പറഞ്ഞു, ഡൽഹിക്കുള്ള കത്തുകൾ ഇമെയിൽ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതൊന്നും ചെയ്തിട്ടില്ല. സോറി സർ. എല്ലാം കഴിഞ്ഞിട്ടൊരു സോറി. അത് കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഓരോരുത്തന്മാർ വണ്ടി വെച്ചിറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി.
അല്ല, പ്രസന്നയ്ക്ക് എപ്പോഴും ഒരേ തിരക്കാണല്ലോ. വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയ പ്രശ്നം വലുതുണ്ടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ ഇന്ദിരേജി? എന്നും വിചാരിക്കും ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന്. പക്ഷെ കഴിയണ്ടേ? ഒരു 100 കൂട്ടം പണികളാ. പുള്ളിക്കാരൻ ദിവസവും മീൻകറി വേണം. ഹോ, അതോ തലേ ദിവസം വെച്ച കറി അങ്ങനെ തൊടുകയില്ല. എല്ലാം പുതുതായി ഉണ്ടാക്കണം. ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നേരെ ഇത്ര ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഇന്ദിരേജി? അയ്യോ ദൈവമേ, കുടുങ്ങിയല്ലോ. എന്തു പറ്റി പ്രസന്നേ? മേശയുടെ താക്കോല് മാറിപ്പോയി. ചോ, തിരക്കിനിടയിൽ എടുത്തു വെച്ചത് പുള്ളിക്കാരന്റെ താക്കോലാ. ഇതായിരിക്കും. താക്കോൽ ഇതൊന്നുമല്ല. മാഡം സാറിനെ അന്വേഷിച്ചിരുന്നു. ആ അർജന്റ് ഫയലിന്റെ കാര്യത്തിനായിരിക്കും. ബാലകൃഷ്ണൻ വന്നോന്ന് ചോദിച്ചു. അതിന് സമയം വൈകിട്ടില്ലോ ശങ്കരേട്ടാ. ഇനിയുണ്ട് 10 മിനിറ്റ്. നല്ല കാര്യമായി. വൈകി എത്തിയാൽ തനിക്ക് ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുമോ ബാലകൃഷ്ണ? മാഡം നിർത്തി പൊരിച്ചു കളയില്ലേ? സുമാമയുടെ ഇവിടെ ഉള്ളപ്പോ വൈകി വരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കഴിഞ്ഞ ആഴ്ച അവർ ടൂറിലായിരുന്നോണ്ട് ഓഫീസിലൊരു സമാധാനം ഉണ്ടായിരുന്നു. നമ്മുടെ കഷ്ടകാലം ഒന്നല്ലാണ്ട് എന്ത് പറയാനാ. You spoiled my tour. You know? മുംബൈ എയർപോർട്ടിൽ എനിക്ക് 10 മിനിറ്റ് വെറുതെ കാത്തു നിൽക്കേണ്ടി വന്നു. No one came to pick me up. മുംബൈയിലെ സെൽട്ടറിംഗ് ഹിറ്റിൽ 10 മിനിറ്റ്. Can you imagine it? All that because of you. സോറി മാഡം. Sorry. I hate that word. You know that? ശങ്കരേട്ടനോട് ഈ കപ്പ് എടുത്തോണ്ട് പോകാൻ പറയൂ. വേണ്ട, ഞാൻ തന്നെ എടുത്തേക്കാം. ഈ കാഴ്ച പ്രസന്ന എങ്ങാൻ കണ്ട, എന്റെ ദൈവമേ. അപ്പോ അവള്